നമസ്കാരം. പ്രിയപ്പെട്ട കേരളത്തിലെ ജനങ്ങളെ, ഈ തെരഞ്ഞെടുപ്പ് ഒരു സാധാരണ തെരഞ്ഞെടുപ്പല്ല. ഇത് ദുർഭരണത്തിനും ജനവിധിക്കുമിടയിലെ നിർണായക പോരാട്ടമാണ്. കഴിഞ്ഞ 10 വർഷമായി കേരളം കണ്ടതും എന്താണ്? വിലക്കയറ്റം കുത്തനെ ഉയർന്നു, തൊഴിലില്ലായ്മ ഭീതിജനകമായി വർദ്ധിച്ചു, പഠിച്ച് 1ാം റാങ്ക് നേടിയ യുവാക്കൾക്ക് പോലും ജോലി ലഭിക്കാത്ത അവസ്ഥയായി, അഴിമതി ആരോപണങ്ങൾക്ക് ഒന്നിനു പിന്നാലെ ഒന്നായി ഉയർന്നു, സ്വർണ്ണക്കടത്ത് വിവാദം മുതൽ സാമ്പത്തിക ഇടപാടുകൾ വരെ ഭരണത്തിൻ്റെ വിശ്വസ്തത തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു, ശബരിമല വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ ആത്മാഭിമാനം പോലും ഇടത് ഭരണത്തിൽ തകർന്നുപോയി, കെയർ റെയിൽ പോലുള്ള പദ്ധതികൾ പോലും വ്യക്തിഗത ഇല്ലായ്മയും ജനങ്ങളുടെ ആശങ്കകളും ഉയർന്നു, ജനങ്ങളുടെ മേൽ കടബാധ്യതയുടെ ഭാരം കൂടി, സർക്കാരിൻ്റെ ധനകാര്യ നിയന്ത്രണങ്ങൾ പാടി, കടം വാങ്ങിച്ച് കേരളത്തെ തകർത്തു, ഏറ്റവും വലിയ കടക്കെണി കേരളത്തെ കൊണ്ടെത്തിച്ചു, സാധാരണക്കാരുടെ ജീവിതം ദിനം പ്രതി കഷ്ടത്തിലായി. പക്ഷേ വാഗ്ദാനങ്ങൾ പേപ്പറിൽ മാത്രം. ഇപ്പോൾ ഒരു ചോദ്യം, ഇതേ സ്ഥിതിയാണോ ഇനി വീണ്ടും വേണ്ടത്? കേരളം മാറ്റം ആവശ്യപ്പെടുന്നു. ഈ മാറ്റത്തിന് ശക്തമായ ബദൽ UDF ആണ്. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഭരണമില്ലെങ്കിലും ജനങ്ങളുടെ കൂടെ നിന്ന ചിത്രമാണ് UDFന്. പ്രളയകാലത്ത് മഹാമാരിക്കാലത്തും ജനങ്ങളുടെ വേദനയിൽ പങ്കുചേർന്ന മുന്നണിയാണ്. പ്രതിസന്ധികളിൽ കൈത്താങ്ങായി അനുഭവമാണ് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ വ്യക്തമായ ദിശയും ദർശനവുമുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ മാത്രമല്ല, കേരളത്തിൻ്റെ മുഴുവൻ UDFൻ്റെ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണം. ഓരോ മണ്ഡലവും മാറ്റത്തിൻ്റെ കോട്ടയാകണം. ഓരോ വോട്ടും ഒരു സന്ദേശമാകണം. മതി, ഇനി മാറ്റം വേണം. ഏപ്രിൽ 9-ന് UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളിൽ വോട്ട് ചെയ്തു ചരിത്ര ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുക. നമുക്കൊരുമിച്ചു ദുർഭരണം അവസാനിപ്പിച്ചു പുതിയ നവകേരളം നിർമ്മിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.